നമസ്കാരം സുരേഷ് സർ. സർ, ഈ കേരളത്തിൽ നിരാഹാരം കിടക്കുന്ന ആശമാർക്ക് ആശ നൽകിക്കൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ പോയി JP നദ്ദയെ കാണുമെന്നായിരുന്നു വാഗ്ദാനം. പക്ഷേ ക്യൂബൻ സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ആരോഗ്യമന്ത്രി തിരിച്ചെത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനൊന്നും പറ്റിയില്ല. എന്തുകൊണ്ടായിരിക്കും അത്തരത്തിൽ പോയി ഒരു കാര്യവും സാധിക്കാതെ, കേരളത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും സാധിക്കാതെ വീണ ജോർജിന് തിരിച്ചു വരേണ്ടി വന്നു? അതെല്ലാം JP നഡ്ഡയുടെ തലയിലിടാൻ പറ്റുമല്ലോ. JP നഡ്ഡ എന്നെ കണ്ടില്ല. ഞാൻ 2 ദിവസം മുന്നേ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു. പാർലമെന്റ് സെഷൻ നടക്കുന്നുണ്ട്, ബഡ്ജറ്റ് സെഷൻ നടക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയെങ്കിൽ നിങ്ങൾ ലോക്സഭയിലേക്ക് രാജ്യസഭയിലേക്ക് പോയാൽ മതി. അവിടെ അവർ ചേംബറിൽ വെച്ച് കാണാൻ പറ്റും. പക്ഷെ അതിന് നിങ്ങൾ തയ്യാറല്ല. ഒരു റിസ്ക് എടുത്ത് അങ്ങോട്ട് ഇറങ്ങണം. നിങ്ങൾ ജോൺ ബ്രിട്ടാസും പാർട്ടികളൊക്കെ അവിടെ ഉണ്ടല്ലോ, അവർ കൊണ്ടുപോകും മന്ത്രിയുടെ അടുത്തേക്ക് നിങ്ങളെ വേണമെങ്കിൽ. ഇതെന്താ ഇത് വേണ്ടാന്ന് വെച്ചിട്ടാണ് പോയിക്കുന്നത്. എങ്ങനെയെങ്കിലും എനിക്ക് ക്യൂബ മുഖം തന്നെയാണ് ഓർമ്മ വരുന്നത്, ശ്രീനിവാസനെ. ബിക്കോസ് ഈ ക്യൂബ എന്നാണ് നടക്കുന്ന ഇപ്പോഴും നടക്കുന്ന പാർട്ടികളുടെ എത്ര ചോദിക്കാറുള്ളൂ. ക്യൂബയിലെ ഹെൽത്ത് സിസ്റ്റം എത്ര നല്ലത്, എത്ര ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ പിണറായി വിജയൻ പിന്നെ എന്തിനാണ് US പോകുന്നത്? ക്യൂബയിലേക്ക് പോകൂടെ അവിടുത്തെ ട്രീറ്റ്മെന്റ് നടത്താൻ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിവേ, അത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്, അദ്ദേഹത്തിന്റെ അടുത്ത് കാശാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാശാണ്, അതെങ്ങനെ വേണം ചെലവാക്കാം. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഈ ആശാ വർക്കേഴ്സ് എത്ര ദിവസമായി, 30+ ഡേയ്സ് ആയാലും ഇപ്പോൾ അവിടെ കിടക്കുന്നവര്, അവർക്ക് എന്താണ് ചെറിയൊരു ഈ പറഞ്ഞ മാതിരി ഒരു ശമ്പളം കൂട്ടിക്കൊടുക്കുക? അവരെ ഓണറേറിയം എന്നാണല്ലോ പറയും, ശമ്പളം അല്ലല്ലോ. അതേ സമയത്ത് ഇവർക്ക് മന്ത്രിമാരുടെ പേഴ്സണൽ അസിസ്റ്റൻസിന് കാശ് കൊടുക്കാൻ, ശമ്പളം കൊടുക്കാൻ കാശില്ല. ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനിലാണ് ഇവർ ശമ്പളം കൊടുക്കുന്നത്? എങ്ങനെയാണ് അവർക്ക് പെൻഷൻ കൊടുക്കുന്നത്? എവിടെ ലോകത്തോടെങ്കിലും കേട്ടിട്ടുണ്ട് 5 കൊല്ലം വർക്ക് ചെയ്ത് 2.5 കൊല്ലം വർക്ക് ചെയ്ത ആൾക്കാർക്ക് പെൻഷൻ കിട്ടുന്നത്? ഇതാണ് കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടത്. ഇതാണ് സുപ്രീം കോടതിയിൽ പോയി ചോദ്യം ചെയ്യേണ്ടത്. എനിക്ക് മനസ്സിലാവില്ല. അവിടുത്തെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തെന്ന് തോന്നുന്നു, പക്ഷെ അതൊന്നും ആയില്ല, എവിടെയും കേൾക്കില്ല. അതേസമയത്ത് ഈ കഷ്ടപ്പെട്ട് വെയിലും മഴയത്തും നടന്ന് വർക്ക് ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് അവർക്ക് കാശ് കൊടുക്കാൻ കാശില്ല സ്റ്റേറ്റ് ഗവൺമെന്റ്. ബാക്കി എല്ലാത്തിനും കാശ്. ഇതെനിക്ക് മനസ്സിലായി. ഈ എല്ലാ സ്ഥലത്തും ഈ പ്രോബ്ലം ഉണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല, ആന്ധ്രയിലുണ്ട്, തെലങ്കാനയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടക, എല്ലാ സ്ഥലത്തും ഈ പ്രോബ്ലം നടക്കുന്നുണ്ട് ആശാ വർക്കേഴ്സ്. ശരി, ഒരു പരിഹാരം കാണണം. സെൻട്രൽ ഗവൺമെന്റ് തന്നെ പറഞ്ഞു ഇവരുടെ ഓണറേറിയം കൂട്ടണം, ഒരു ഇൻസെന്റീവ് ഉണ്ട്, അതും കൂട്ടണം. പക്ഷെ ഈ പറഞ്ഞ മാതിരി നിങ്ങളും എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഡൽഹിക്ക് പോയിട്ട് വെറുതെ ഈ പറഞ്ഞ മാതിരി പട്ടി പോയിട്ട് പോയ മാതിരി തിരിച്ചോട് വന്നു, അത്രേ ഉള്ളൂ. ഒന്നും കണ്ടില്ല അവിടെ പോയി. എന്തെങ്കിലും ചെയ്യണ്ടേ? അവിടെ പോയി നിങ്ങൾ മന്ത്രിയെ കണ്ടു, 2 ദിവസം എക്സ്ട്രാ നിന്ന് എന്താവാൻ പോണത്? ഇടിഞ്ഞു വീട്ടിലൊന്നും പോകുന്നത്. ഇതാണ് എനിക്ക് മനസ്സിലായത്. ഇത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ജോൺ ബ്രിട്ടാസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും MP കൂട്ടി പാർലമെന്റിൽ പോയി, പാർലമെന്റിൽ JP നഡ്ഡയിലായാലും അദ്ദേഹത്തിന്റെ ചേംബറിലോ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ട്, സാർ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ അർത്ഥം ഇവർ അതിന് വേണ്ടിയിട്ടല്ല പോയത്. എന്താണ് കേരളത്തിൽ പോണതിന് മുമ്പ് പറയാൻ തരുന്നത്? ഞങ്ങൾ ക്യൂബക്കാരെ കാണാൻ പോകണമെന്നുള്ളത്. അത് മിണ്ടിയില്ലോ ഇതുവരെ. അവിടെ എത്തിയിട്ടാണ് പറയുന്നത് ക്യൂബ ഡെലിഗേഷനെ കാണാൻ പോയത്. എനിക്ക് ചോദിക്കാനുള്ള, ഇവരുടെ ടിക്കറ്റ് ആരാ ബുക്ക് ചെയ്തത്? സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തിനാ ബുക്ക് ചെയ്യുന്നത്? ഒരു പേഴ്സണൽ വിസിറ്റ് ആയിരുന്നു അത്, ക്യൂബ ഇവരെ കാണാൻ വേണ്ടിയിട്ട്. എന്ത് പെർമിഷൻ എടുത്തത് ഇവര്? മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അടുത്ത് പെർമിഷൻ എടുത്തിരുന്നോ ക്യൂബൻ ഡെലിഗേഷനെ കാണാൻ വേണ്ടിയിട്ട്? അതൊരു പ്രോട്ടോകോളാണ്, അത് വേണം. ആ പെർമിഷൻ കൊടുത്തോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ പറഞ്ഞ ഈ ആശാ വർക്കേഴ്സിന് കൊടുക്കാനുള്ള ശമ്പളം, ഞാൻ പറഞ്ഞു കേരളത്തിൽ എത്രയോ കാശ് തൂത്ത് നമ്മള് ഹെലികോപ്റ്ററിൽ കൊടുക്കുന്ന കാശുണ്ട് മുഖ്യമന്ത്രിയുടെ, അതുകൊണ്ട് വേറെ കുറെ കാശുണ്ട്. ഇതൊക്കെ ചെലവാക്കുന്ന സമയത്ത് ഇവർക്ക് ഈ ആശാ വർക്കേഴ്സ് ശരിക്കും ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ്, എത്ര കൊല്ലായിട്ട് വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ്. അവർക്കൊരു 5,000 റുപ്യ കൂട്ടി കൊടുക്കുന്നത് എന്താ അത്ര വിഷമം എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ കൊടുക്കണ്ടെന്നുള്ള ഒരു ഇതിലാണ്. അവർക്കറിയാം, നമുക്കറിയാം, കുറെ മീറ്റിംഗ് വെച്ചു, അവരെ വിളിച്ചു, വെറുതെ അവരെ പൊട്ടന്മാരാക്കി. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പറഞ്ഞു, പിന്നെ വന്ന് നിങ്ങൾക്ക് ട്രെയിനിങ് സെഷൻ ഉണ്ട്, വന്നില്ലെങ്കിൽ പിരിച്ചു വിടുന്നു പറഞ്ഞു. ഇവരെങ്ങനെ ഓരോ ശരിക്കും ഇൻസൾട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ലക്ഷ്മിക്ക് ശരിക്കും വിഷമം തോന്നും. ബിക്കോസ് അമ്മമാർ, നല്ല വയസ്സായിട്ടുള്ള സ്ത്രീകളാണ് അവിടെ ഞാൻ TV കാണുന്നത്. തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് ഈ പറഞ്ഞ മാതിരി അവിടെ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. കഷ്ടം കേട്ടോ. ഈ ചർച്ചയ്ക്ക് വിളിച്ച് അങ്ങനെ മാത്രമല്ലല്ലോ അപമാനിക്കുന്നത്. ഈ സുരേഷ് ഗോപി ഉമ്മ കൊടുക്കാൻ ചെന്നു എന്ന് പറയുന്നവരുണ്ട്. ഈർക്കിലി എന്തോ സംഘടന സമരം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ ഇവരെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്. അതെ, ഇതേ കമ്മ്യൂണിസ്റ്റുകാരാണ് ട്രേഡ് യൂണിയൻ മൂവ്മെന്റിനെ പറ്റിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറയണത്. അതിനെ പറ്റി പറയണ്ട, അത് വേറൊരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരു ട്രേഡ് യൂണിയൻ മൂവ്മെന്റ് നടത്തി, ഇങ്ങനത്തെ ഒരു ഈ പറഞ്ഞ മാതിരി കർഷകർക്കും വേണ്ടിയിട്ടും ഈ പറഞ്ഞ മാതിരി തൊഴിലാളികൾക്കും വേണ്ടിയിട്ട് നടത്തുന്ന സിന്ദാബാദ് വിളിക്കുന്ന ആൾക്കാരാണ് ഈ ആശാ വർക്കേഴ്സ് തിരിഞ്ഞു നോക്കാത്തത്. എന്താന്നാണ് ഇവരെ പാർട്ടിക്ക് അത് പറ്റുന്നില്ല, അതാണ്, വേറൊന്നല്ല. അതേ അവിടെ കോൺഗ്രസ്സുകാരും ബാക്കിയുള്ള പാർട്ടിക്കാരൊക്കെ ഇറങ്ങി നടക്കുന്നത് അതിന് സമയം സുരേഷ് ഗോപിയുടെ റോൾ ഉണ്ടായിരുന്നു, ഒന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ എന്താണ് ഇവർക്ക് കാശ് കൊടുക്കാൻ വേണ്ടി വീണ ജോർജ് എന്താ ചെയ്തത് എനിക്കറിയണം. ഡൽഹിയിൽ പോയി എന്താ 2 ദിവസത്തെ സ്റ്റേ ആയിരുന്നു, ഒരു 2 ദിവസം കൂടി അവിടെ നിന്ന് എന്തായിരുന്നു കുഴപ്പം? ഈ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്തിട്ട് വന്നൂടെ?
അതോ വെറും കേരളത്തിൽ മാത്രം കാശ് കൂട്ടി കൊടുക്കാൻ പറ്റും? ഇല്ലല്ലോ, എല്ലാ സ്ഥലത്തും കാശ് കൂട്ടി കൊടുക്കേണ്ടി വരും. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അതൊരു നാഷണൽ പോളിസി ആവണം. ശരി, ഞങ്ങൾ അവിടെ നിൽക്കാം, ഞാൻ വേറെ 2-3 ദിവസം കൂടെ നിന്നിട്ട് 3 ദിവസം നിന്ന് ഇങ്ങനെയെങ്കിലും ഒരു തൽക്കാലത്തേക്ക് ഓക്കെ ഒരു ഒരു അടുത്ത 3 മാസത്തേക്ക് കുറച്ച് കാശ് കൂട്ടിത്തരാം, അത് കഴിഞ്ഞ് ഞങ്ങൾ നാഷണൽ പോളിസി കൊണ്ടുവന്നത് ബാക്കിയുള്ള കാശ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം. ഞാൻ പറഞ്ഞു, എവിടുന്ന് രേവന്ത് റെഡ്ഡി ഡൽഹിയിൽ പോകും, റെഗുലറാണ്, എല്ലാ ആഴ്ചയും പോകും, മന്ത്രിമാരെ കാണും, അവിടെ നിന്ന് 2-3 ദിവസം നിന്ന് കംപ്ലീറ്റ് സാങ്ഷൻ വാങ്ങിച്ചിട്ട് അവർ തിരിച്ചു വരും. അത് അവർക്കൊരു എന്താ പറയുക, ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, ചെയ്തേ പറ്റൂ എന്നുള്ളതിനെ പറ്റി. ഇതങ്ങനെയല്ല, ഇത് ആരാ അവരല്ല ആശാ വർക്കർ, അവർ പോയി പണയം പറ്റും. അതേസമയത്ത് മിനിസ്റ്റർമാരുടെ അസിസ്റ്റൻസ് ഉള്ള അവർക്ക് പെൻഷനും അവർക്ക് ശമ്പളവും അത് തെറ്റാണ്ട് കൊടുക്കും, ഒരു കുഴപ്പമില്ലാണ്ട് ആ കാശ് കൊടുക്കും. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവർക്ക് എവിടുന്ന, ഇവർക്ക് മനസാക്ഷി തന്നെ ഒരു പരിപാടി ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ശരിക്കും എനിക്ക് വിഷമം തോന്നി ചിലപ്പോൾ. ഇങ്ങനത്തെ ഈ പറഞ്ഞ മാതിരി ഇവരുടെ പ്രാവുകയായിട്ട് വേണ്ടി ഇനി നാളെ ഇവരെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ ശരിയാവും. ഇവർക്ക് ശരിക്കും വിഷമം തോന്നും. വയസ്സായ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ഇട്ട് വെള്ളം കുടിപ്പിക്കരുത്. പക്ഷെ ഇത് വളരെ തെറ്റാണ് ചെയ്യുന്നത്. സർ, ഒറ്റ കാര്യം കൂടി, ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ടെക്നിക്കലി ചില സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. കേന്ദ്രത്തിന് ഇങ്ങനെ ഒറ്റയടിക്ക് അത് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊക്കെ. പക്ഷേ കേരളം കൃത്യമായ ആവശ്യം മുന്നോട്ട് വെക്കാത്തത് കൊണ്ടുകൂടിയാണ് ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നത്. അതോ ഇത്തരത്തിൽ ടെക്നിക്കലി എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? അത് അത് പറഞ്ഞ ഒരു നാഷണൽ പോളിസി വേണം. ഇത് നാഷണൽ പോളിസി വേണം, അതിന് സംശയമില്ല. അത് പക്ഷെ നാഷണൽ പോളിസി ഓവർനൈറ്റ് നമുക്ക് രാത്രി ശരിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ തൽക്കാലം ഒരു എക്സ്ഗ്രേഷ്യ മാതിരി ഇത് 5000 റുപ്യ അടുത്ത 3 മാസം ഞങ്ങൾ തരാം. ഈ 3 മാസത്തോടെ ഞങ്ങൾ ഒരു നാഷണൽ പോളിസി ഉണ്ടാക്കി JP നഡ്ഡയെ വിളിച്ച് വേണമെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിലേക്ക് വിളിക്കുക, പാർലമെന്റ് സെഷൻ കഴിഞ്ഞ് നമുക്ക് അവിടെ ഇത് ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് നാഷണൽ പോളിസിയാണ് ഇത്. ഒറീസ ആയാലും വെസ്റ്റ് ബംഗാൾ ആയാലും ആന്ധ്ര ആയാലും കേരള ആയാലും എല്ലാവർക്കും ഒരൊറ്റ എമൗണ്ട് ആണ് കൊടുക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ചെയ്യാൻ പോകുന്നത്? ഇവർക്ക് എത്ര ഓണറേറിയം കൊടുക്കണം, പ്രധാനമന്ത്രിയെ കാണണം, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവിടെ പോയി ക്യൂബൻ ഡെലിഗേഷനെ കണ്ട് ക്യൂബയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ ഡിസ്കസ് ചെയ്യാനല്ല പോകേണ്ടത്. ശരിക്കും മന്ത്രി ചെയ്യേണ്ട ഈ കാര്യമാണ്. മന്ത്രിയുടെ ജോലി ഇതാണ്. അതുകൊണ്ട് ക്യൂബയിൽ അവരെ കൊണ്ട് ഈ പറഞ്ഞ ആശാവർക്കറുടെ ജോലി ചെയ്യിപ്പിക്കുക, അതെനിക്ക് ചോദിക്കാനുള്ളത് ഇവരുടെ അടുത്ത്. ശരിയാണ്, ടെക്നിക്കലി കുറെ കാര്യങ്ങളുണ്ട്, ഇതിന് റിവൈസ് ചെയ്യേണ്ട സമയം ആയിക്കഴിഞ്ഞു. പക്ഷെ അതിനൊരു കൺസെൻസസ് വേണമല്ലോ, എല്ലാവരും കൂടി വേണം ചർച്ച ചെയ്യാനത്. അല്ലാണ്ട് അവിടെ പോയി ഒരു ദിവസം ഇരുന്ന് ഫ്ലൈറ്റിന് ഇവിടുന്ന് അങ്ങോട്ട് 20,000 റുപ്യ, അവിടെ നിന്ന് ഇങ്ങോട്ട് 20,000 റുപ്യ ചെലവാക്കി ഈ പറഞ്ഞ മാതിരി TADA വാങ്ങിച്ച് അവസാനം ഒന്നുമില്ലാണ്ട് തിരിച്ചു വന്നു. അതാണ്ടായത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.